Hey everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ Hey everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ വെങ്ങണിശ്ശേരി എന്നുള്ള സ്ഥലത്തെ ഒരു ഫുഡ് കോർട്ടിലാണ്. ചിന്നൂസ് ഫുഡ് കോർട്ട് എന്നാണ് പേര്. ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പൊറോട്ട വിത്ത് ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ ഒരു സീരീസ് ആയിട്ടാണ് 1 വീക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സീരീസ് 1 ഫസ്റ്റ് ഡേ ആയ ഇന്ന് സ്പെഷ്യൽ പൊറോട്ടയാണ് കാണിക്കുന്നത്. അത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6 രൂപയ്ക്കാണ് ഇവരുടെ പൊറോട്ട സപ്ലൈ ചെയ്യുന്നത്. അപ്പം 6 രൂപ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മോശമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ ഒട്ടുമല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് വരാം. പിന്നെ ഇവർ ഫുഡ് ഓർഡർ അനുസരിച്ച് റെഡിയാക്കി വെക്കുന്നതായിരിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ചിന്നൂസ് ഫുഡ് കോർട്ട്, വിളക്കങ്കാല് സ്റ്റോപ്പിലുള്ളത്. അപ്പം ആദ്യം തന്നെ ഈ ചേട്ടൻ മാവ് 20 കിലോ മാവാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 20 കിലോ മാവ് ടേബിളിൽ, അതായത് അവർ പൊറോട്ട കുഴയ്ക്കുന്ന ടേബിളിൽ ഇട്ടിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിക്കാന്ന് പറഞ്ഞ്. അപ്പം മാവ് കുഴയ്ക്കുമ്പോൾ ഉപ്പ് കൂടുന്നില്ല, കറക്റ്റായിട്ട് ഉപ്പുണ്ടായിരിക്കും എന്നാണ് പറയണേ. അപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് 2 കൈയും വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്രേ ഉള്ളൂ എന്നാണ് പറയണേ. അപ്പോൾ കുറച്ച് ടിപ്സൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ ടിപ്സൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ രണ്ടാമത്തെ ടിപ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരേ രീതിയിലോട്ട്, ഒരേ സൈഡിലോട്ട് വേണം മാവ് കുഴയ്ക്കാൻ എന്നാണ് പറയുന്നത്. എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയണത്. പിന്നെ കുഴയ്ക്കുമ്പോൾ ഉള്ളിലോട്ടാണ്, പുറത്തോട്ടല്ല, ഉള്ളിലോട്ടാണ് മാവ് കുഴയ്ക്കുന്നത്. ഒരു റോൾ ചെയ്യുന്ന പോലെയൊക്കെയാണ് അല്ലേ ഇവർ കുഴയ്ക്കുന്നത്. അങ്ങനെയാണ് പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കുക, അതായത് മിക്സിങ് കറക്റ്റ് ആവാനാണ് എന്നാണ് പറയുന്നത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയണേ. അപ്പം നോക്കാം. അപ്പം ഈ വഴിയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കയറി വാങ്ങിച്ച് നോക്കൂ. പിന്നെ ഇവിടെ പാഴ്സൽ സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇപ്പോൾ ഇരുത്തി ഇവർ ഫുഡ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് വീട്ടിലോട്ട് മേടിച്ച് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞോളൂ. പിന്നെ ഇവർ മാവ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഓയിൽ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മാവിൻ്റെ പുറത്ത് ഇങ്ങനെ പുരട്ടി കൊടുക്കണം എന്നാണ് പറയണത്. അതായത് മാവ് ഡ്രൈ ആയിട്ട് പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ വെക്കുന്നതെന്നാണ് പറയണത്. അത് മാത്രമല്ല സോഫ്റ്റ് ആകാനും ഹെൽപ്പ് ചെയ്യുന്ന പറയണത്. പിന്നെ നനച്ചൊരു തോർത്ത് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോൾസ് ആക്കിയിട്ട് ഈ മാവിനെ മാറ്റിയാണ് കത്തി കൊണ്ട് ഒരു പീസ് മുറിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണേ. നമ്മൾ ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്ന പോലെയല്ല, കത്തി വെച്ച് ഓരോ പീസസ് ആയിട്ട് മുറിക്കുകയാണ്. പിന്നെ ഈ ബോൾ ഉണ്ടാക്കണേലും ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയണേ. ഇതുപോലെ തന്നെ ചെയ്യണം എന്നാണ് പറയണേ. അല്ലെങ്കിൽ വീശുമ്പോഴൊന്നും ശരിയാവില്ല എന്നാണ് പറയണേ. ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കി എടുക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ കംപ്ലീറ്റ് ആ മാവിനെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ആ മാവിനെ ഒന്ന് ഓയിൽ കൊണ്ട് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. എല്ലാതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നെടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ്. കുറച്ച് അങ്ങനെ പരത്തി അത്യാവശ്യം ചെറിയ വലുപ്പത്തിൽ പരത്തി മാറ്റി വയ്ക്കുകയാണ് ചെയ്യണേ. ഇവർ പറയണേ ഇവർക്ക് ഒരു ദിവസം ഒരു 1500 പൊറോട്ടയോളം സെയിൽ വരുന്നുണ്ടെന്ന് പറയണേ. ഈ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു 14-15 വർഷത്തിലധികമായിട്ട് പൊറോട്ട ഉണ്ടാക്കി പരിചയമുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഇവിടെ പൊറോട്ട വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി പോലെ പരത്തി വെച്ചില്ലേ, അതെടുത്തിട്ട് എണ്ണ തടവിയിട്ടാണ് പരത്തണേ. അതിന് ശേഷം ഇങ്ങനെ വീശിയാണ് കേട്ടോ. 2 വീശുമ്പോഴേക്കും നന്നായിട്ട് വലിപ്പം വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പീരിയൻസിലാണ് പറ്റുള്ളൂ കേട്ടോ. നമ്മൾക്കൊന്നും ഓടി പോയിട്ട് ചെയ്താൽ ശരിയാവില്ല.
അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് 2 പീസായിട്ട് മുറിക്കുകയാണ്. പിന്നെ അത് ഇങ്ങനെ ഒരു പൂ പോലെ ചുറ്റി അവിടെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു ബോൾസിൽ നിന്ന് 2 പൊറോട്ട കിട്ടുമെന്ന് പറയണേ. അങ്ങനെ ബാക്കിയുള്ള പരത്തി വെച്ചിട്ടുള്ള എല്ലാ മാവും വീശി അടിക്കുകയാണ്. നന്നായിട്ട് വീശി അടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാണ്ട് പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമാണ് ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. നമുക്ക് നോക്കാം ഇവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ആ മുഴുവൻ മാവിനെയും വീശിയടിച്ച് ഇങ്ങനെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഒരല്പം വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാവിനെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി എന്ന് പറഞ്ഞ് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ഈ ചിന്നൂസ് ഫുഡ് കോർട്ടിലെ പൊറോട്ട റെഡിയായി എന്നാണ് പറയണേ. നമുക്ക് നോക്കാം. ഒരേ സമയം ഈ കല്ലിൽ 6 പൊറോട്ട ചുട്ടെടുക്കാമെന്നാണ് പറയണേ. അപ്പം ഈ പൊറോട്ട ഇട്ടപ്പോൾ തന്നെ പൊളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്, നല്ലതായിട്ടൊരു സ്മെല്ലും വരുന്നുണ്ട്. ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങിക്കാണ്ടിരിക്കാൻ ആർക്കും തോന്നില്ല, അത്രയ്ക്കും നല്ല സ്മെല്ലാണ്. അപ്പം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക, അതിന് ശേഷം എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. ഈ അടിക്കുന്നതിലാണ് ഒരു പ്രത്യേകത പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ പൊറോട്ടകളും ഇതുപോലെ പരത്തി ചുട്ട് അടിച്ചെടുക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.